മമ്മൂക്കയുടെ മോൻ ദുൽഖർ പേര് പോലും ഐ ഡോണ്ട് തിങ്ക് എവരിബഡി നോസ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് വേഗലി ഓർമ്മയുണ്ട് മമ്മൂക്ക പറഞ്ഞത് അഡ്വർടൈസിങ്ങും അങ്ങനെ വേറെ ആക്ടിവിറ്റീസ് ആയിട്ട് ഈ സെറ്റ് അങ്ങനെ ആക്ടിങ്ങിന് തൽക്കാലം ഒരു എവിടെയോ ഒന്ന് ഐ റിമെമ്പർ. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കാം, ആ ഒരു ആക്സസ് നമുക്ക് അടുത്തുള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിനൊരു പോസിബിലിറ്റി, ബിക്കോസ് ഉണ്ടെങ്കിൽ ഹി വുഡ് ഹാവ് കം ഓൾറെഡി. ഇത് കൂടുതൽ പോവില്ല, ദിസ് ഇസ് ദ ലാസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത് പോയപ്പോഴാണ് നമുക്ക് പറഞ്ഞു എനിക്ക് എൻ്റെ കഥ കേൾക്കാൻ സമയമില്ല, എന്നിട്ടാണ് ഇപ്പോൾ പടം ചെയ്യാൻ ഉദ്ദേശിക്കാത്ത അവൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നമുക്കെന്താ നമുക്കൊരു കാര്യം ചെയ്തു, എനിക്ക് അവൻ്റെ നമ്പർ ചെയ്ത് ഞാൻ നേരിട്ട് അവൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ ശരി ഇതാ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് നമ്പർ കയറ്റി. കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പോയിട്ട് ദുൽഖറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ മകൻ ഈ അഭിനയിക്കുന്ന പടമാണെന്ന് കേൾക്കിട്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ആണല്ലേ എനിക്ക് ദുൽഖർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരാ ഏതായിരുന്നു അറിയില്ല ആൾക്കാർക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോ ഒന്നും വിട്ടില്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയയ്ക്കും നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടില്ല. ഞാൻ മമ്മൂക്ക എഡിറ്റിൻ്റെ സമയത്തും ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ മമ്മൂക്ക അടുത്ത് പടം കാണാൻ വിളിച്ചപ്പോൾ മമ്മൂക്ക വന്നില്ല. മമ്മൂക്ക പറഞ്ഞു ഒരു പടം ചെയ്യട്ടെ, ഞാൻ വന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പയ്യന്മാരുടെ പടം അവസാനം പിന്നെ എൻ്റെ പടമായി മാറും. ക്യൂ സ്റ്റുഡിയോ ഷോർട്ട് ടൈമിൽ വിവേക് രാമദേവൻ, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കുമ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള ടേം വിരലിലെണ്ണാവുന്ന വർഷങ്ങൾ മുമ്പാണ് അത് ഫെമിലിയർ ആയത്. അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഏജൻസി, കാസ്റ്റിംഗ് ഇപ്പോൾ പുറത്തുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഒരു കാസ്റ്റിംഗ് ടീമും കാസ്റ്റിംഗ് ഏജൻസിയൊക്കെ ഹോളിവുഡ് ഇൻഡസ്ട്രി അങ്ങനത്തെ എല്ലാ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നതിലും മലയാളത്തിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് പോപ്പുലർ ആയിട്ടുള്ളൂ. ഇതിന് മുമ്പ് തന്നെ ഒരു ടാലൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. എങ്ങനെയാണ് ഇത് കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമാകുന്നത്? ഈ ജേണി എങ്ങനെയാണ് ശരിക്കും തുടങ്ങിയത്? ജേണി തുടങ്ങിയത് സെലിബ്രിറ്റി മാനേജ്മെൻറ്റിലാണ്. ഞാൻ കാസ്റ്റിംഗ് ചെയ്തു എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇൻ ദ ഹോളിവുഡ് സെൻസ് ഞാൻ പറയില്ല. ബിക്കോസ് നമ്മളൊരു ഫുൾ ഫിലിം കാസ്റ്റ് ചെയ്യുമ്പോഴേ അതിനെ നമ്മൾ കാസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് മാത്രം കാസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹീറോയിനെ കാസ്റ്റ് ചെയ്തുകൊണ്ടോ നമ്മളൊരിക്കലും യു കാൻ കോൾ യുവർ സെൽഫ് കാസ്റ്റിംഗ് ഡയറക്ടർ. ദോ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുടെ റോളിലാണ്. ബിക്കോസ് നമ്മൾ ഇപ്പോൾ എന്താണ് ആ ക്യാരക്ടർ അത് മനസ്സിലാക്കി അതിനുള്ള ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യുമ്പോൾ ആ ജോബ് ഇസ് കാസ്റ്റിംഗ്. ബട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ജേണി തുടങ്ങിയത് ഞാൻ MBA ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് വാട്ട് ദേ ഡോണ്ട് ടീച്ച് യു ഇൻ ഹാർവേഡ് ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അത് ഈ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഹോളിവുഡിൽ ഈ സ്പോർട്സ് മാനേജ്മെൻറ്റ് ഒരു വലിയ ഇറ്റ്സ് എ സ്ട്രീം. യുനോ ഇന്നിപ്പോൾ ഇന്ത്യയിൽ ദർ ആർ കോളേജസ് വിച്ച് ടീച്ച് സ്പോർട്സ് മാനേജ്മെൻറ്റ്. കോഴ്സ് ഉണ്ട് MBAയിൽ, സ്പെഷ്യലൈസേഷൻ ഇൻ സ്പോർട്സ് മാനേജ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ഞാനത് തുടങ്ങുമ്പോൾ 2002-2003 അങ്ങനെ ഒരു സ്ട്രീം ഇന്ത്യയിൽ സെലിബ്രിറ്റി മാനേജ്മെൻറ്റേ ഇല്ല. പിന്നെ ഈ സ്പോർട്സ് മാനേജ്മെൻ്റ് ആണ് സെലിബ്രിറ്റി മാനേജ്മെൻ്റ് ആയിട്ട് മാറുന്നത്. സോ എവറി സെലിബ്രിറ്റി ഇൻ ഹോളിവുഡ് ഹാസ് or a sports personality in America or the West has a management person or a team or a company managing their career. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സൺ അയാളുടെ ബേസിക് കലയിൽ അല്ലെങ്കിൽ അയാളുടെ സ്പോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായിരിക്കും അയാളുടെ ടാലൻറ്റ്. അയാളുടെ മാർക്കറ്റിങ്ങോ അയാളുടെ ബിസിനസ് സൈഡോ ഹാൻഡിൽ ചെയ്യാൻ അയാൾ ചിലപ്പോൾ കഴിവുള്ള ആളായിരിക്കണം എന്നില്ല. അപ്പോൾ അതിനെ ഔട്ട്സോഴ്സ് ചെയ്യുക, അത് വേറൊരാൾ ചെയ്യുക എന്നുള്ളതാണ് ആ കോൺസെപ്റ്റിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അപ്പം ഇത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഭയങ്കര കോയിൻസിഡൻ്റ്ലി, നമ്മൾ സിനിമ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ആളാണ്, കോയിൻസിഡൻ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു കുറേ സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യാൻ. അപ്പോൾ അതായത് ഈ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ 25 years സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോവിന് വേണ്ടിയിട്ട് കുറേ സെലിബ്രിറ്റീസിൻ്റെ ബൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്പോൺസറിൻ്റെ സൈഡിൽ നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിത് ഈ ബുക്ക് വായിച്ചത് എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഞാനിത് കുറേ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത്
നിങ്ങൾക്ക് മാനേജർ ഉണ്ടോ, മാനേജ് ചെയ്യാനുള്ള ഏജൻസി ഉണ്ടോ, ടിപ്പിക്കൽ ഒരു MBA സൈഡിൽ നമ്മളൊരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, വെറുതെ ഒരു ക്യൂരിയോസിറ്റി. സിനിമ കാണുന്ന ഒരാളായിരുന്നു 80s തൊട്ട്, ഞാൻ ഭയങ്കര സിനിമ ബഫാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കും ഈ കോൺസെപ്റ്റ് കേട്ടിട്ടുമില്ല, അറിയൂല. ഒരാൾക്ക് മാത്രം കോൺസെപ്റ്റ് അറിയായിരുന്നു, പൃഥ്വി. അപ്പോൾ ഞാൻ പൃഥ്വിയോട് ഒരു മാനേജർ ഉണ്ടായിരുന്നാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പൃഥ്വി എൻ്റെ അടുത്ത് പറഞ്ഞു, ഹൗ വിൽ യു മാനേജ്? ഞാൻ സിനിമ, ഐ വാസ് ബോൺ ഇൻ ടു സിനിമ, ഫാമിലി ഈസ് ഫ്രം സിനിമ, ഐ വിൽ നോ സിനിമ, യു ഡോണ്ട് നോ എനിത്തിങ് എന്ന് പൃഥ്വി ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ആ പോയിന്റിൽ പൃഥ്വിയുടെ ഒരു പോയിന്റ്, ഹി ഹാസ് എ പോയിന്റ് ദെയർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എഗെയിൻ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി. മമ്മൂക്കയുടെ കൂടെ ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക ഒരു ഫ്രഷ് ഫേസ്, പുതിയ പടത്തിനൊരു പുതിയ നായികയെ വേണം എന്ന് പറഞ്ഞിട്ട്, ഒരു പുതിയ ഡയറക്ടറുടെ പടമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്ലെസ്സിയെ മീറ്റ് ചെയ്തു, കാഴ്ചയ്ക്ക് ബ്ലെസ്സി കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ കാഴ്ചയിൽ പത്മപ്രിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. മോഡലിംഗ് ഫീൽഡിൽ പത്മപ്രിയ അപ്പോൾ MBA ചെയ്തിട്ട് വർക്ക് ചെയ്യുക, ജിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഷീ ഈസ് ഓൾസോ സിനിമ അങ്ങനെ കരിയർ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യുന്ന ആളല്ല, ബട്ട് ഷീ ഈസ് ഡൺ എ ഫിലിം, തെലുങ്കിൽ ഒരു പടം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡാൻസറാണ്, മോഡലിംഗ് ചെയ്യാറുണ്ട്. അങ്ങനെ പത്മപ്രിയയുടെ ഫോട്ടോസ് ഞങ്ങളുടെ അഡ്വർടൈസിങ് ഏജൻസിയിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ബ്ലെസ്സിയേട്ടനെ മീറ്റ് ചെയ്തിട്ട് അന്ന് ഈ ഫോട്ടോസ് കാണിച്ചു. ബ്ലെസ്സിയേട്ടൻ ബാംഗ്ലൂർ പോയി ഓഡിഷൻ ചെയ്തു. പത്മപ്രിയ കാഴ്ചയുടെ ഭാഗമായി, കാഴ്ച സൂപ്പർ ഹിറ്റായി, പത്മപ്രിയക്ക് ബെസ്റ്റ് ഡെബ്യൂട്ടൻ്റ് അവാർഡ്സ് കിട്ടി. അങ്ങനെ സോ അപ്പോൾ പത്മപ്രിയക്ക് എൻ്റെ അത്രയും സിനിമ അറിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ അറിയാം മലയാള സിനിമയെ കുറിച്ചിട്ട്, പത്മപ്രിയക്ക് ഒട്ടും അറിയില്ല. അപ്പോൾ പൃഥ്വിയുടെ ക്വസ്റ്റ്യൻ അവിടെ ആൻസറായി. പത്മപ്രിയക്കാട്ടിൽ അറിയുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് പത്മപ്രിയയുടെ കരിയറിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഗ്രോ ചെയ്തു. ദിസ് വാസ് ദ സ്റ്റാർട്ട്. പൃഥ്വി അന്ന് കൺവിൻസ് ചെയ്യാൻ എന്താ ഉത്തരം പറഞ്ഞു? ശരി, ഇല്ല, പൃഥ്വി പറഞ്ഞത് സത്യമായിരുന്നു. കൺവിൻസ് ചെയ്യാൻ എനിക്ക് അവിടെ ആൻസർ ഇല്ലായിരുന്നു. ഇന്ന് പ്രോബബ്ലി ഐ വിൽ ബി ഏബിൾ ടു ടെൽ എൻ ആൻസർ. മേ ബി ഇപ്പോൾ അന്ന് അഫ്കോഴ്സ് നമ്മൾ അന്ന് സ്റ്റാർസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മളൊരു ഓവലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഫ്രീഡം ഒന്നും ഇല്ലല്ലോ സംസാരിക്കാൻ. ബിക്കോസ് ഇപ്പം എൻ്റെ അടുത്ത് ഒരു സ്റ്റാർ പുതിയ, ഇപ്പം ഞാനൊരു മാർക്കറ്റിംഗ് പ്രൊഫഷണലാണ്. ഞാൻ പോയിട്ട് ഒരു എസ്റ്റാബ്ലിഷ് സ്റ്റാറുടെ അടുത്ത് നിങ്ങളുടെ കരിയർ മാനേജ് ചെയ്യാൻ പറയുമ്പോൾ പുള്ളി അത് ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാൻ പറയും ഫണ്ടമെൻ്റൽ മാർക്കറ്റിംഗ്, യുനോ PR, യുനോ പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ടു സെലിബ്രിറ്റി ഓൾസോ. പ്ലസ് സിനിമ അറിയാത്ത ഒരാൾക്ക് കൊണ്ടുവരാവുന്ന ഒരു പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുനോ ഇറ്റ് ഈസ് അബൌട്ട് പബ്ലിക് കണക്ട്. നോ, അപ്പോൾ അങ്ങനെ കുറേ ഏരിയാസിൽ ഐ ക്യാൻ ആഡ് വാല്യൂ എന്ന് ഞാൻ ഇന്ന് പറയുമായിരുന്നു. പക്ഷെ അന്ന് അത് പറയാനുള്ള പൃഥ്വി പറഞ്ഞതിൽ ഒരു വാലിഡ് പോയിന്റും ഉണ്ടായിരുന്നു. ബിക്കോസ് ഇന്നിപ്പോൾ എനിക്ക് സിനിമയെക്കുറിച്ച് പറയാൻ പറ്റുന്ന പോലെ അന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാളെ അഡ്വൈസ് ചെയ്യാൻ എനിക്ക് കോൺടാക്ട്സ് ഇല്ല, എനിക്ക് ബന്ധങ്ങളില്ല, ഒരു ടാലൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല. ഉള്ളി തിങ്ക് എനിക്കത് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് 20 കൊല്ലത്തിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു മമ്മൂക്ക. ആക്ച്വലി ഞാൻ ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരിക്കൽ മമ്മൂക്ക എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ എന്താണ് MBA ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എളുപ്പമായിരുന്നില്ല. അപ്പോൾ നമ്മളപ്പോൾ ഈ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് ഹിന്ദിയിൽ പോലും ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ഇല്ല. ബോംബെയിൽ പോലും ഇന്ന് കുറേ ഏജൻസീസ് ഉണ്ട്. മഹേഷ് ഭൂപതിയാണ് ഈ കോൺസെപ്റ്റ് ബോംബെയിലേക്ക് കൊണ്ടുവരുന്നത്, ഗ്ലോബോസ്പോർട്ട് എന്നുള്ളൊരു കമ്പനിയിൽ. അപ്പോൾ അന്ന് ബോംബെയിലും ഈ കോൺസെപ്റ്റ് ഇല്ല. സെക്രട്ടറീസ് ഉണ്ട്, യുനോ ഹിന്ദിയിലുമാണെങ്കിലും തമിഴിലാണെങ്കിലും സ്റ്റാർസ് ഹാവ് സെക്രട്ടറീസ്. പക്ഷെ ഇതല്ലോ, ഇത് യു ആർ മാനേജിങ് മൾട്ടിപ്പിൾ ടാലൻറ്റ്. ഇത് ഹോൾ അപ്രോച്ച് ഇസ് ഡിഫറെൻറ്റ്. മനസ്സിലായില്ല അവർ. അപ്പോൾ മമ്മൂക്കേൻ്റെ അടുത്ത് എന്താ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ എനിക്ക് അന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലുള്ള ആൾക്കാരല്ല ഇത് ചെയ്യുന്നത്, വേറെ ആരും. MBA ഒക്കെ ചെയ്തിട്ട് ഒരാൾ വന്നിട്ട് സിനിമയിൽ ഇതുവരെ ഇല്ലാത്തൊരു സാധനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻച്വലി നമുക്കത് ഒരു ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റി. ഇന്ന് കുറേ ഏജൻസീസ് ഉണ്ട്, കുറേ മാനേജേഴ്സ് ഉണ്ട്. യുനോ ബോംബെയിലൊക്കെ എത്ര ഏജൻസീസ് ഉണ്ട്, വലിയ വലിയ ഏജൻസീസ് ഉണ്ട് ഹു മാനേജ് ടാലൻറ്റ്. ഈ മമ്മൂട്ടി ഇപ്പോൾ 2002 തുടങ്ങിയ കരിയറിൽ മമ്മൂട്ടി ഒരു പാത്ത് ബ്രേക്കിംഗ് ഒരു പില്ലറായിട്ട്. ഞാൻ എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മമ്മൂക്കേനെ കൊണ്ട് എനിക്ക് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മമ്മൂക്ക ഭയങ്കര ഒരു, അതായത്
മമ്മൂക്കനെ ഐ വുഡൻ സേ ഗോഡ് ഫാദർ, ബിക്കോസ് അങ്ങനെ മമ്മൂക്ക ഉണ്ടായിട്ടില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം മമ്മൂക്ക ഉണ്ടായിട്ടുണ്ട് എല്ലാ സമയത്തും. യുനോ ഇറ്റ്സ് ലൈക്ക് ഒരു ഈ സംഹൗ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇപ്പോൾ കാഴ്ചയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പത്മപ്രിയ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ മമ്മൂക്ക ഉണ്ടായിരുന്നു. എഗെയിൻ സെക്കൻഡ് ഷോയിൽ യുനോ മമ്മൂക്ക ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ദുൽഖർ അടുത്ത് സെക്കൻഡ് ഷോ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ. പിന്നെ ഞാൻ എഗെയിൻ പ്രോജക്ട് ഡിസൈനിങ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ക്ലെയിം ചെയ്യുന്ന പടം പേരൻപാണ്. അപ്പോൾ സംവെയർ ഹി ഈസ് ബീൻ ദെയർ, യുനോ. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടില്ല, ഒരു ബ്ലെസ്സിങ്. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ് മോർ ദാൻ എനിത്തിങ്. അത് ഏറ്റവും വലിയ ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറാണ് ഈ ദുൽഖറിനെ ലോഞ്ച് ചെയ്യുന്ന എന്ന പ്രോസസ്സ്. അത് ലോഞ്ച് ചെയ്തത് എന്നൊരു പേര് പറയുന്നില്ലെങ്കിൽ അതാണ് അത് പറയുമ്പോൾ ഭയങ്കര എംബാരസിംഗ് ആണ്. ആ പ്രൊജക്ട് ദുൽഖറിലേക്ക് എത്തിച്ച അതെ മേ ബി അത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അതായിരിക്കില്ല ചിലപ്പോൾ ദുൽഖറിന്റെ ഫസ്റ്റ് പടം. ദുൽഖർ വുഡ് ഹാവ് കം ഇൻ ടു സിനിമ, യുനോ. ഇന്ന് അത് ഇറ്റ്സ് ആർക്കും അതിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷെ അന്ന് ഈ ഇവർക്ക് ആർക്കും അറിയില്ല. ഒന്നുമില്ല. ഒരു ഷോന്റെ എവിടെയോ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഏതോ ഒരു ഈ അമ്മയുടെ ഷോനോ അത് ഏതോ ഒരു ഫിലിം അവാർഡ്സിന് ചേച്ചിയൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എവിടെയോ നമ്മൾ ആരോ അത് എവിടെ നിന്നോ കാണിച്ചു തന്നിരുന്നു. വിനിക്കും ശ്രീനാഥിനും അറിയില്ല. പ്രൊഡ്യൂസർ ഓൾസോ ഇസ് എ ന്യൂ പ്രൊഡ്യൂസർ, കാർണിവൽ ഇപ്പോഴത്തെ AOPL നിന്നവർ. അപ്പൊ ഇത് ഒരു നമ്മൾ കാസ്റ്റിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് വന്ന പ്രോജക്റ്റാണ് സെക്കൻഡ് ഷോ. ഇതിൽ ആരാണ് ഹീറോയിനെ കാസ്റ്റ് ചെയ്യുക? അവർ പ്രൊഡ്യൂസർ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഹീറോന് ആര് കാസ്റ്റ്? സണ്ണിയൊക്കെ കാസ്റ്റാ. ഇവർക്ക് ഫ്രണ്ട്സ് ആണല്ലോ, ഒക്കെ ഗ്യാങ് ആണല്ലോ. അപ്പോൾ സണ്ണി കാസ്റ്റാണ്, വിപിൻ കാസ്റ്റാണ്, ബാക്കി എല്ലാവരും കാസ്റ്റാ. ഇപ്പം നമ്മുടെ കുരുടി എല്ലാവരും കാസ്റ്റാ. പക്ഷേ ഹീറോ മാത്രം കാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആരാ ഓപ്ഷൻ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വന്ന് നമ്മൾ പല പല ഓപ്ഷൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് വിരി പറയുന്നത് നമുക്കിങ്ങനെ ആരെയും യുനോ വേറെ എന്തെങ്കിലും ഒരു അപ്രോച്ചിൽ നമുക്ക് ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാരെങ്കിലും ഇങ്ങനെ മമ്മൂക്കയുടെ മോൻ ദുൽഖർ പേര് പോലും ഐ ഡോണ്ട് തിങ്ക് എവരിബഡി നോസ്. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് വേഗലി ഓർമ്മയുണ്ട് മമ്മൂക്ക പറഞ്ഞത് അഡ്വർടൈസിങ്ങും അങ്ങനെ വേറെ ആക്ടിവിറ്റീസ് ആയിട്ട് ഈ സെറ്റ് അങ്ങനെ ആക്ടിങ്ങിന് തൽക്കാലം ഒരു എവിടെയോ ഒന്ന് ഐ റിമെമ്പർ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കാം, ആ ഒരു ആക്സസ് നമുക്ക് അടുത്തുള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിനൊരു പോസിബിലിറ്റി, ബിക്കോസ് ഉണ്ടെങ്കിൽ ഹി വുഡ് ഹാവ് കം ഓൾറെഡി. നമ്മൾ പോലത്തെ ഒരു പ്രോജക്റ്റ് ബിഗർ പീപ്പിൾ വുഡ് ഹാവ് ഗോൺ ആൻഡ് അപ്രോച്ച്ഡ്. ഈ നമ്മൾ ചിന്തിച്ച് കുറേ പേര് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ, നടന്നിട്ടുണ്ടാവും അത് ഓൾറെഡി. അപ്പോൾ നടക്കാതിരുന്നെങ്കിൽ അതിനെന്തോ കാരണമുണ്ട്, ഐ ഡോണ്ട് നോ. പക്ഷെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മമ്മൂക്കടുത്ത് പോയിട്ട് ഒരിക്കൽ ചോദിച്ചു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ഫസ്റ്റ് മമ്മൂക്ക പറഞ്ഞു അവൻ ബിസിനസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ് ഈ സാധനത്തിന്. ഞാൻ ഹി വാസ് വെരി നെഗറ്റീവ് അബൌട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല മമ്മൂക്ക, ഞാനൊരു കഥ കേട്ടപ്പോൾ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എലിമെൻ്റ് ഉണ്ട്. ആ പ്രോട്ടഗോണിസ്റ്റ് ഒരു രസമായിട്ട് ഉണ്ടത്. പുള്ളി ചെയ്താൽ നന്നായിരിക്കും. പിന്നെ പുതിയ ആൾക്കാരാണ്, അതുകൊണ്ട് ഭയങ്കര ലോ പ്രൊഫൈലിൽ നമുക്ക് പറഞ്ഞു നെഗറ്റീവായിട്ട് പറഞ്ഞു. പിന്നെ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കേട്ട് നോക്കൂ. നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അപ്രാവശ്യം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ പറച്ചിലായിരുന്നു. ഇത് നമ്മളിങ്ങനെ ചോദിച്ച് പ്രഷർ ചെയ്തു. അപ്പോൾ ഞാൻ വരുന്നു പറഞ്ഞു, നമുക്ക് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ആ ഒരു എക്സ്പെക്ടേഷൻസിലിരിക്കുക. പിന്നെ എഗെയിൻ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എഗെയിൻ മമ്മൂക്കിനെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. എഗെയിൻ പോയിട്ട് നമുക്ക് പറഞ്ഞു ഞാൻ കേൾക്കാം, ഇനിയും പറഞ്ഞു. ഇല്ല, രണ്ടാമത് പോകുമ്പോഴും ഇത് ഫസ്റ്റ് നിന്ന് തുടങ്ങും കേട്ടോ, ഞാൻ വന്നേ പറഞ്ഞില്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അല്ല നമുക്ക് ലാസ്റ്റ് കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും കുറേ റീസൺസ് പറയും നമുക്ക് ചെയ്യാതിരിക്കാൻ, ഡിസ്റ്റർബ് ചെയ്യേണ്ട. അങ്ങനെ ഞാൻ എഗെയിൻ കേൾക്കാമെന്ന് പറഞ്ഞു. പിന്നെയും ഇവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യത്തിൻ്റെ ഇടയ്ക്കും ഓരോ മാസം ഗ്യാപ്പ് പോവാണ്. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞു ഇത് ഈ പ്രോസസ്സ്. എല്ലാ പ്രാവശ്യവും ഡെയിലി പോയിട്ട് എനിക്ക് മമ്മൂക്കയുടെ മുമ്പിൽ നിൽക്കാൻ നമുക്കും ചമ്മലുണ്ട്, അത് യൂസ്ഡ് അല്ല, നമുക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് ടൈം ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഞാൻ ഇത് കൂടുതൽ പോവില്ല, ദിസ് ഇസ് ദ ലാസ്റ്റ് അറ്റംപ്റ്റ്. ഇനി അപ്പോൾ മമ്മൂക്ക അടുത്ത് പോയപ്പോഴാണ് മമ്മൂക്ക പറഞ്ഞു എനിക്ക് എൻ്റെ കഥ കേൾക്കാൻ സമയമില്ല, എന്നിട്ടാണ് ഇപ്പോൾ പടം ചെയ്യാൻ ഉദ്ദേശിക്കാത്ത അവൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നമുക്കൊന്നാ മമ്മൂക്ക ഒരു കാര്യം ചെയ്തു, എനിക്ക് അവൻ്റെ നമ്പർ തരും, ഞാൻ നേരിട്ട് അവൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ ശരി ഇതാ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് നമ്പർ കിട്ടി. ഞാൻ ദുൽഖറെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, വിവേകാണ്.
അപ്പോൾ ദുൽഖറിന് ഇത് വെച്ചാൽ നമുക്ക് നമ്പർ എന്നൊന്നും ദുൽഖർ പറഞ്ഞിട്ടില്ല. ഞാൻ ഉടനെ വിളിക്കുകയാണ് അവിടെ മാറി നിന്നിട്ട്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ദുൽഖർ പറഞ്ഞു. ഞാൻ ആ നമ്പർ ശ്രീനാഥിന് കൊടുത്തു. നിങ്ങളായി ദുൽഖറായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ദുൽഖറിന്റെ ഇനീഷ്യൽ റെസ്പോൺസും ഭയങ്കര ഇല്ല, ദുൽഖർ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല, ന്യൂട്രൽ ആയിരുന്നു. പക്ഷേ ഐ തിങ്ക് ഇവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. എവിടെയോ ദുൽഖർ ഈ ശ്രീനാഥായിട്ടും വിനിയായിട്ടും ഈ ഗ്യാങ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വൈബ് ഇസ് വാട്ട് മെയ്ഡ് ദുൽഖർ ഡു സെക്കൻഡ് ഷോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ വന്നപ്പോൾ ഭയങ്കര പോസിറ്റീവ് ആണ്. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഇത് നടക്കുമെന്ന്. എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഒരു ലോങ് ഷോട്ട് അല്ലേ, ഭയങ്കര ഒരു ഇമ്പോസിബിൾ ഡ്രീമാണ് നമ്മൾ ചേസ് ചെയ്യുന്നത്. പക്ഷേ മേ ബി ആ കണക്ഷൻ വർക്ക്ഡ്. അത് കുറുപ്പ് പേര് എത്തിച്ചത് ആ കണക്ഷനാണ്. എന്താ വെച്ചാൽ അവർ നമ്മൾ ആ ഒരു ക്ലോസ് ബോണ്ടിങ്. ഇന്നും സണ്ണി ഈസ് ബെസ്റ്റ് ഫ്രണ്ട്. അബിബിനുണ്ട്. അപ്പോൾ എല്ലാവരും എവിടെയോ അപ്പോൾ ഇൻ ദാറ്റ് വേ ആ ടീമും ദുൽഖറുടെ കരിയറും കണക്റ്റഡ് ആണ്. അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു നമുക്ക് ഗെയിൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബ്ലെസ്സിങ് ആണ്. അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്, നമുക്കത് വിചാരിച്ചൊന്നും നടത്താൻ പറ്റില്ല. ഈ സെക്കൻഡ് ഷോന്റെ ലോഞ്ചില് ഇപ്പോൾ ഒരു യൂഷ്വൽ ഒരു താരപുത്രനെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫ്രെയിം, ഒരു മുൻമാതൃകളും ഫോളോ ചെയ്തിട്ടല്ല ദുൽഖറിനെ ലോഞ്ച് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു സ്ട്രാറ്റജിക് പ്ലാൻ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഭയങ്കര ലോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ചാലഞ്ചാണത്. എന്താ വെച്ചാൽ നമ്മളത് എനിക്കൊന്ന് അത്രയും ഡീപ്ലി മലയാളത്തിലെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തിങ്ക് ചെയ്ത ഒരു സിനിമ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഷോ ആയിരിക്കും തോന്നുന്നു. അറിയില്ല, നമ്മൾ അതിന് മുമ്പ് അറിയില്ല. സോ യു കാൺ 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ബിക്കോസ് അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നൊരു കോർപ്പറേറ്റ് ആയിരുന്നു പ്രൊഡ്യൂസർ. അപ്പോൾ ഈ ശ്രീകാന്ത് ബാസിയും പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞ ഈ AOPL ഇപ്പോൾ കാർണിവൽ ഗ്രൂപ്പ് അതിൻ്റെ ഹെഡ്സ് ആയിരുന്നെന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്ന. അവർക്ക് നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ഒരു മെച്യൂരിറ്റി, ദേ കെയിം ഫ്രം എ കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട്, മാർക്കറ്റിംഗ് ഒക്കെ അവർക്ക്. പിന്നെ മമ്മൂക്ക ഭയങ്കര ഹീ ട്രസ്റ്റഡ് മീ ഫോർ സം റീസൺ. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ചില സ്ട്രാറ്റജീസ് നമ്മൾ വളരെ ക്ലിയർ ആയിരുന്നു. ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ ദുൽഖറിന് പ്രഷറില്ലാതെ ഓഡിയൻസും സാധനങ്ങളും. അപ്പോൾ കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പോയിട്ട് ദുൽഖറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയുടെ മകൻ ഈ അഭിനയിക്കുന്ന പടമാണെന്ന് കേൾക്കണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ ആണല്ലേ എനിക്ക് ദുൽഖർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല ആൾക്കാർക്ക്. എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോ ഒന്നും വിട്ടില്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയയ്ക്കും നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടില്ല. ലൊക്കേഷനിൽ ആരും മീഡിയ അലൗഡ് അല്ല എന്ന് നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു വന്നത്. ഭയങ്കരമായിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും വലിയ സാധനം നമ്മൾ വിടുന്നില്ല, അങ്ങനെ ഇങ്ങനെ മലയാള സിനിമയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കതൊരു പ്ലാൻ ഉണ്ട്, എല്ലാ മീഡിയയ്ക്കും ദുൽഖറിനെ നമ്മൾ തരും, വലിയൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യും, അതുവരെ നമുക്ക് പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറേ പേര് അത് മനസ്സിലാക്കി. പക്ഷെ കുറേ പേർക്ക് ഈ ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ ഹൈപ്പ് ചെയ്യരുത് എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഇപ്പൊ ചില സിനിമകളുടെ കേസിൽ ഇന്നത് ആ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്, വിച്ച് ഐ ഡോണ്ട് ബിലീവ്. ഐ തിങ്ക് സിനിമ ഷുഡ് ബി മാർക്കറ്റഡ്. ഈ അണ്ടർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷെ ആ ഒരു കേസിൽ അണ്ടർ മാർക്കറ്റിംഗ് സിനിമയെ നമ്മൾ നന്നായി മാർക്കറ്റ് ചെയ്തിരുന്നു. പക്ഷെ ദുൽഖറിനെ നമ്മൾ അണ്ടർ പ്ലേ ചെയ്തിരുന്നു. ബിക്കോസ് വി ഡിഡ്ന്റ് വാണ്ട് പീപ്പിൾ ടു ഓവർ എക്സ്പെക്ട്. പിന്നെ ഭയങ്കര ഒരു ലൈം ലൈറ്റ് ദുൽഖറിലേക്ക് കൊണ്ടുവരണ്ട എന്നുണ്ടായിരുന്നു. എവിടെയും നമ്മൾ മമ്മൂട്ടിയുടെ സൺസ് ലോഞ്ച് എന്ന് വി ഡിഡ്ന്റ് ഷൗട്ട് ഫ്രം ദ റൂഫ് ടോപ്സ്. ചെറിയൊരു പടമായിട്ട് തന്നെ അത് പൊക്കോട്ടെ, റൂക്കി ടീം, പുതിയ ഡയറക്ടർ, ഐ തിങ്ക് ദാറ്റ് ഹെൽപ്ഡ് സെക്കൻഡ് ഷോ ലോട്ട്. ഭയങ്കര ഒരു ബിഗ് ഡയറക്ടർ ചെയ്തൊരു ബിഗ് പടമായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ബേർഡൻ ഭയങ്കരമായിരുന്നു എന്ന് വെച്ചാൽ അത് ആ എക്സാമ്പിൾ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ലാംഗ്വേജിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർ സൺസ് ലോഞ്ചിൽ ദ വേ ദ ഫസ്റ്റ് ഫിലിം ഹാസ് ബീൻ ഡൺ, അന്ന് നമുക്കിത് സ്റ്റഡി ചെയ്യാനുള്ള കേസ് സ്റ്റഡി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിക് സെൻസിബിലിറ്റീസും കുറേ കാര്യങ്ങളും നമുക്കടുത്തൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഞാനെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് അപ്പുറത്തുനിന്നുള്ള ഒപ്പീനിയനും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത്. പക്ഷെ അതിനുശേഷം ഞാൻ കുറേ സ്റ്റാർ സൺസ് ലോഞ്ച് ചെയ്യുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ദേ ആർ ഗോയിങ് റോങ്, ബിക്കോസ് വാട്ട് വി ഡിഡ് ഇസ് നോട്ട് വാട്ട്
ദേ ആർ ട്രൈങ് ടു ഡു. അതിൻ്റെ ടെംപ്റ്റേഷൻ ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഇതാ വരുന്നു മമ്മൂട്ടിയുടെ മകൻ എന്ന് പറയുമ്പോഴുള്ള ഒരു ഇറ്റ്സ് എ ഹ്യൂജ് തിങ് ദറ്റ് ഇറ്റ് വിൽ. ബട്ട് അത് നമ്മൾ വേണ്ടാന്ന് സ്വയം വെച്ചിട്ട് ഡൗൺ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് റിസൾട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ആ പ്രോസസ്സിൽ നമുക്ക് ഭയങ്കര എല്ലാം ചുറ്റുമുള്ളവർ ഇതില്ല മറ്റേതാണ് പറയുകയും ചെയ്യും. കറക്റ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ മമ്മൂട്ടിയുടെ ആദ്യം ചോദിച്ചപ്പോൾ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ട് എനിക്ക് കഥ കേൾക്കാൻ തന്നെ സമയമില്ല, പിന്നെയാണ് ദുൽഖറിന്റെ കഥ കേൾക്കാൻ. അപ്പൊ ആദ്യം റിലക്റ്റന്റ് ആയ ആള്, പിന്നെ ഈ സെക്കൻഡ് ഷോന്റെ ഔട്ടിലൊക്കെ എങ്ങനെയായിരുന്നു മമ്മൂട്ടിയുടെ? മമ്മൂക്കനെ ഭയങ്കര എനിക്ക് ഐ സ്റ്റിൽ കാൻ ബിലീവ് ഹൗ മമ്മൂക്ക കുഡ് ഡു ഇറ്റ്. ഞാൻ മമ്മൂക്ക എഡിറ്റിൻ്റെ സമയത്തും ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ മമ്മൂക്ക അടുത്ത് പടം കാണാൻ വിളിച്ചപ്പോൾ മമ്മൂക്ക വന്നില്ല. മമ്മൂക്ക പറഞ്ഞു അവർ പടം ചെയ്യട്ടെ, ഞാൻ വന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പയ്യന്മാരുടെ പടം അവസരം പിന്നെ എൻ്റെ പടമായി മാറും, അത് വേണ്ട, അവർക്ക് വേണ്ട പടം ചെയ്യട്ടെ, ഞാൻ ജനങ്ങൾ കാണുമ്പോൾ ഞാൻ കണ്ടോളാം. അത് ഇറ്റ് ഈസ് ഇൻഇമാജിനബിളി റിസ്കി. മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ എന്തെങ്കിലും പാളിയത്തുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കോ ദുൽഖറിനോ കാട്ടിലും മമ്മൂക്കും ഒരു സംതിങ്, it's his brand also gets affected in a way. പക്ഷെ എന്നിട്ട് പോലും മമ്മൂക്ക, അഫ്കോഴ്സ് അത് വിടും, ബ്രാൻഡൊക്കെ സെക്കൻഡറി ആണ്, മോന്റെ പടം എങ്ങനെയുണ്ട്, അവൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ആ ക്യൂരിയോസിറ്റി പോലും മമ്മൂക്ക മാറ്റി വെച്ചു. ബിക്കോസ് വന്നാൽ അഭിപ്രായം പറയും, അഭിപ്രായം പറഞ്ഞാൽ അവര് ഡിസ്റ്റർബൻസ് ആവും, അത് ആ പടത്തിന്റെ അത് ഇറ്റ്സ് എ ബിഗ് ഡിസിഷൻ. അത് ഇറ്റ്സ് സിംപ്ലി ഗ്രേറ്റ് ദാറ്റ് ഹി കുഡ് മാനേജ് ടു ഡു ദാറ്റ്. അത്രയും അത് എനിക്കിപ്പോഴും അത് നമുക്ക് ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഇന്ന് നോക്കുകയാണെങ്കിൽ ദുൽഖർ ആക്ടിങ് കരിയറിലെ 12ാമത്തെ വർഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ദുൽഖറിന്റെ ഇമേജ് പോകുന്നത്. ഈ ഇതില് ഒരു സ്ട്രാറ്റജിക് പ്ലാനും കൂടെ ഉണ്ടല്ലോ. ഈ തുടക്കം കരിയർ ഡിസൈൻ ചെയ്ത പോലെ ഈ 12 വർഷവും ഒരു ഡിസൈൻ ഉണ്ടല്ലോ ദുൽഖറിന്റെ. ഈ ദുൽഖറിന്റെ ഈ പ്ലാനെ എങ്ങനെയാ ശരിക്കും നോക്കിക്കാണുന്നത് ഇപ്പൊ ഉണ്ടാവുന്ന? ഐ തിങ്ക് ഹി ഹാസ് ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ. എനിക്ക് തോന്നുന്നത് ദുൽഖർ കെപ്റ്റ് ഇറ്റ് വെരി സിമ്പിൾ. സത്യം പറഞ്ഞാൽ ദുൽഖർ സ്ട്രാറ്റജി ഇതിനെക്കാട്ടിലും ഉപരി ദുൽഖർ ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദുൽഖർ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ കുറേ അതിനുശേഷം സബ്ജക്ട്സ് ഒക്കെ ദുൽഖർ എടുത്ത് പിച്ച് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ദുൽഖറിന് ഒരു കംഫർട്ട് സോണുണ്ട്. ഹി നോസ് ഹിസ് ലിമിറ്റേഷൻസ്, ഹി നോസ് വാട്ട് ഹി വാണ്ട്സ് ടു ഡു. അപ്പോൾ ഈസ് കെപ്റ്റ് ഇറ്റ് വെരി സിമ്പിൾ. അപ്പോൾ എവിടെ നിന്നാണോ നല്ല കണ്ടന്റ് വരുന്നത് ദുൽഖർ അത് ചെയ്യുക, ദുൽഖറിന് കണക്ട് ചെയ്യാവുന്ന കണ്ടന്റ് ചെയ്യുക എന്നുള്ളതാണ് ദുൽഖർ ചിന്തിച്ചിരിക്കുന്നത്. ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്കാണ്. എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ചോദിച്ചാൽ ഞാൻ പറയും ദുൽഖറാണ് ഒൺലി പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ദുൽഖർ മാത്രമാണല്ലോ എല്ലാ ലാംഗ്വേജിലും ഒറിജിനൽ ഫിലിംസ് ചെയ്യുന്നത്. വേറെ ഏത് ആക്ടർ ചെയ്യുന്നുണ്ട്? അല്ലേ? കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. ഇല്ല, എല്ലാവരും ഒരു വലിയ പടം ചെയ്യുന്നു, അതിനെ വേറെ എല്ലാ ലാംഗ്വേജിലേക്കും ഡബ് ചെയ്യുന്നു, അവർ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവുന്നു. പക്ഷെ ദുൽഖർ ഡസ് എ തെലുഗു ഫിലിം ആസ് എ തെലുഗു ഫിലിം, ഹി ഡസ് എ തമിഴ് ഫിലിം ആസ് എ തമിഴ് ഫിലിം, ഹി ഡസ് എ ഹിന്ദി ഫിലിം ആസ് എ ഹിന്ദി ഫിലിം, വിച്ച് ഈസ് വാട്ട് ഐ വുഡ് കോൾ ഇസ് പാൻ ഇന്ത്യൻ. മനസ്സിലായി? അപ്പോൾ അതിന് ഹാറ്റ്സ് ഓഫ് ടു ദുൽഖർ. മേ ബി ദോസ് ഫിലിംസ് ആർ നോട്ട് ബിഗ് ഫിലിംസ് ആസ് എ ബാഹുബലി ഓർ KGF, പക്ഷേ ഇൻ ഹിസ് ഓൺ വേ ആ ഓഡിയൻസിനൊക്കെ ദുൽഖർ അപ്പീൽ ചെയ്യുന്നത് ആ ലാംഗ്വേജ് ഫിലിമിലൂടെയാണ്. യുനോ, അപ്പോൾ അത് ദുൽഖർ ഹാസ് അച്ചീവ്ഡ് ബിഗ് തിങ്. ബിക്കോസ് ആൻഡ് എനിക്ക് തോന്നുന്നു ദുൽഖറുടെ സ്ട്രാറ്റജി ഹാസ് ബീൻ വെരി സിമ്പിൾ. ഏത് ലാംഗ്വേജിൽ നിന്ന് എന്നുള്ളതിന് ദുൽഖർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് wherever good content comes from, where he can connect. എനിക്കൊന്നും ഇപ്പം ഇനി അടുത്ത ദുൽഖർ മലയാളത്തിൽ ഒരു പടം വരെ ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ ദുൽഖർ എടുത്ത് പറഞ്ഞിട്ട് യു ഷുഡ് ഡു മോർ മലയാളം ഫിലിംസ് എന്ന് വെച്ചാൽ 2 ഇയേഴ്സിൽ ഒരിക്കൽ ഒരു ഫിലിം വരുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ അല്ലേ, ആൾക്കാർ വെയിറ്റിംഗ്, അൺനെസറി ബേർഡൻ ആണ് ഫിലിം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുൽഖർ. പക്ഷേ ദുൽഖർ ഫീൽസ് വേർ ആർ കമ്മിറ്റ്മെന്റ്സ്. അങ്ങനെ യുനോ എവിടെ നിന്ന് വരുന്നോ വി ഡു ഗുഡ് ഫിലിംസ് എന്ന് ദുൽഖറുടെ ഒരു തിയറി, വിച്ച് ഐ തിങ്ക് ഇസ് ഗുഡ്. അതിന് നമുക്ക് അങ്ങനത്തെ വേറൊരു സ്റ്റാർ ഇല്ല. സോ ഐ തിങ്ക് വി ഷുഡ് സെലിബ്രേറ്റ് ദാറ്റ്, the fact that he is doing it that way and he is able to achieve that. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റ് മാനേജ്മെന്റിന് ഇപ്പോൾ ഫിലിം മാർക്കറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 250 സിനിമകൾക്കേറെ റിലീസ് ചെയ്തിട്ടുണ്ട്. വിരലെണ്ണാവുന്ന സിനിമകൾ 6-7 സിനിമകൾ മാത്രമേ ഭയങ്കര പാത്ത് ബ്രേക്കിംഗ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ.
ഈ പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ ആക്ച്വലി ഈ മാർക്കറ്റിംഗ് വലിയൊരു ടൂളാണ്. ഇപ്പോൾ സിനിമ ക്രിയേറ്റ് ചെയ്യേണ്ട അത്രയും എഫേർട്ട് മാർക്കറ്റിങ്ങിലും നിലനിൽക്കുന്നുണ്ട്. ഇത് മലയാളം ഇൻഡസ്ട്രിയിൽ കറക്റ്റ് പാത്തിലാണോ ശരിക്കും പോകുന്നത്? അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് അനാലിസിസ്? എനിക്ക് തോന്നുന്നത് ഒരു റീലേണിംഗ് ഓഫ് മാർക്കറ്റിംഗ് എല്ലാവിടെയും നടന്നിട്ടുണ്ട്. ഈവൻ ബോളിവുഡിലാണെങ്കിൽ പോലും ഇത് ഒരു മെയിൻ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഇപ്പോൾ ഹോളിവുഡിലും ബോളിവുഡിലും ദർ ആർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ ഫിലിംസ്. ദർ ഇസ് എ ഡിപ്പാർട്ട്മെന്റ്, നോട്ട് വൺ പേഴ്സൺ. യുനോ, ഞാൻ അവരോട് വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ട്. ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസിൻ്റെ കൂടെയൊക്കെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹിന്ദി പടത്തിൻ്റെ മാർക്കറ്റിങ്ങിന് കാർണിവൽ തന്നെ ചെയ്തൊരു ഹിന്ദി പടത്തിന്. ദേ ഹാവ് എ ടീം ഓഫ് പീപ്പിൾ ഹു സിറ്റ് ആൻഡ് തിങ്ക് ഓൺലി മാർക്കറ്റിംഗ്, ഹൗ ടു മാർക്കറ്റ് ദ ഫിലിം. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തിരിച്ചറിയുന്ന ഒരു ആംഗിൾ ഉണ്ട് ഹോളിവുഡിലും ബോളിവുഡിലും. ഇൻ മലയാളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിസ്റ്റോറിക്കലി നമ്മൾ അങ്ങനെ ഒരു ഡിസിപ്ലിനെ തന്നെ നെസസിറ്റി ഫീൽ ചെയ്തിട്ടോ അംഗീകരിച്ചിട്ടോ ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മൾ തന്നെ ഓർക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് സിനിമകൾ എന്താണ്, പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. മറ്റേ എൻ്റെ ഫസ്റ്റ് മെമ്മറീസ് ഈസ് മറ്റേ കാറിൽ വരുന്ന നോട്ടീസ് വിതരണം ഉണ്ടായിരുന്നു. പിന്നെ പേപ്പർ ആഡ്സ് ഉണ്ടായിരുന്നു, മനസ്സിലായില്ല. എല്ലാ ആഴ്ചയിലും പേപ്പർ ആഡ്സ് ഉണ്ടായിരുന്നു. മൈൻഡ് 1-ാം വരം 2-ാം വരം 3-ാം വരം പറഞ്ഞ വരുമായിരുന്നു പണ്ട് 50 days ആയിട്ട്. പിന്നെ ടി വി വന്നപ്പോൾ ടെലിവിഷൻ ആഡ്സ് നമ്മൾ ടച്ച് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. മലയാള സിനിമ വളരെ റെയർലിയേ ടി വിയിൽ ആഡ്സ് ചെയ്യുമായിരുന്നു. പേപ്പറിൽ ഹെവി ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഔട്ട്ഡോർ എന്ന് പറയുന്ന ഈ പോസ്റ്റേഴ്സ്, പിന്നെ അത് ഹോർഡിങ്സ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഡിജിറ്റൽ ഇസ് ദ മെയിൻ മീഡിയ, മനസ്സിലായില്ലേ. സോ എല്ലാ പ്രോഡക്റ്റ് അഡ്വർടൈസിങ്ങിലും അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ബ്രാൻഡ് അഡ്വർടൈസിങ്ങിലും, ഞാൻ ഒരു മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് കൂടിയാണ്. ഐ ഓൾസോ എം എ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് ഫോർ ബ്രാൻഡ്സ്. അവിടെയും നമ്മൾ പണ്ട് സ്പെൻഡ് ചെയ്ത സ്പ്ലിറ്റേ അല്ല. ഇന്ന് ടോട്ടൽ അഡ്വർടൈസിങ് സ്പ്ലിറ്റിൻ്റെ ഒരു മേജർ ചങ്ക് ഗോസ് ഇൻ ടു ഡിജിറ്റൽ. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ചങ്ക് ഡിജിറ്റലായിരിക്കും പല പ്രോഡക്ട്സിൻ്റെയും. പക്ഷേ അത് നമ്മളിപ്പോഴും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, യുനോ, മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ഒരു ഹെവി ബഡ്ജറ്റ് ഗോസ് ഇൻ ടു ഔട്ട്ഡോർ അഡ്വർടൈസിങ്. ക്ലാസിക്കൽ മാർക്കറ്റിംഗിൽ ഔട്ട്ഡോർ ഇസ് എ റിമൈൻഡർ മീഡിയം എന്നാണ് പറയുക നമ്മൾ. ഇറ്റ് വിൽ നെവർ മേക്ക് യു, നമ്മളൊരു ഹോർഡിംഗ് കണ്ട ഒരു പടം കാണാൻ തീരുമാനിക്കില്ല. ഈ പടം വന്നിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയുള്ളൂ. അത് റിമൈൻഡർ മാത്രമാണ്. പടം കാണാൻ തീരുമാനിക്കുന്നത് ഈസ് ത്രൂ യുവർ ടീസർ, ട്രെയിലർ ഓർ എനി അതർ യുനോ ആക്ടിവിറ്റീസ് ദാറ്റ് ഗോസ് ഔട്ട് അബൌട്ട് ദ ഫിലിം, മനസ്സിലായില്ല. അത് ഡിജിറ്റൽ സ്പേസിൽ മാത്രം അതേ നടക്കുള്ളൂ ഇന്ന്. ഓർ തിയേറ്ററിക്കൽ ട്രെയിലർ ഏറ്റവും ഇഫക്റ്റീവ് തിയേറ്ററിക്കൽ ട്രെയിലറാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാർ ഇഗ്നോർ ചെയ്യുന്ന തിയേറ്ററിക്കൽ ട്രെയിലറാണ്. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം പ്ലേ ചെയ്ത തിയേറ്ററിലെ ആൾക്കാർ എത്തില്ല. തിയേറ്ററിൽ എല്ലാവരും എല്ലാ ആഴ്ചയൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, തിയേറ്ററിക്കൽ ട്രെയിലർ വളരെ നേരത്തെ റിലീസ് ചെയ്യണം. അപ്പോഴേ കുറേ പേര് അത് കാണുള്ളൂ. തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ വരാൻ ചാൻസ് ഉള്ള ഓഡിയൻസ്. അപ്പോൾ അവർക്ക് ആ ബിഗ് സ്ക്രീൻ ഫീലിംഗ് ഓഫ് വാട്ട് ദിസ് ഫിലിം ഇസ് ഗോയിങ് ടു ബി നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ. ബട്ട് എന്തുകൊണ്ട് ഇംഗ്ലീഷ് പടങ്ങൾ എത്ര കാലങ്ങൾ മുമ്പ് നമ്മൾ തിയേറ്ററിക്കൽ ട്രെയിലർ കാണും, ഹിന്ദി പടങ്ങളുടെ കാണും. അപ്പോൾ അവിടെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ വി ഡോണ്ട് തിങ്ക് ഇനഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഹിസ്റ്റോറിക്കലി മലയാള സിനിമയുടെ മാർക്കറ്റിംഗ് ഹാസ് ബീൻ ഹാൻഡിൽഡ് ബൈ ദ പ്രൊഡ്യൂസർ ഓർ ദ ഡയറക്ടർ ഹിംസെൽഫ്. 90% ബൈ ദ ഡയറക്ടർ. ബിക്കോസ് നമ്മുടെ കുറേ പ്രൊഡ്യൂസേഴ്സ് ആർ ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ്. യുനോ, അങ്ങനെ പഴയ പോലെ കുറേ ബാനേഴ്സും ഹു ആർ ഡൂയിങ് മൾട്ടിപ്പിൾ ഫിലിംസ്, ബാക്ക് ടു ബാക്ക് ഫിലിംസ് കുറവാണല്ലോ നമുക്ക്. NRIസും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഡോണ്ട് നോ സിനിമ. പിന്നെ സിനിമയുടെ മാർക്കറ്റിംഗ് ഒബ്വിയസ്ലി അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഡയറക്ടർ എൻഡ്സ് അപ്പ് മാർക്കറ്റിംഗ് ദ ഫിലിം. അപ്പോൾ ഡയറക്ടേഴ്സ് മാർക്കറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഡയറക്ടേഴ്സ് ആർ ഓൾവേസ് ട്രൂ ടു ദ പ്രോഡക്റ്റ്, മനസ്സിലായില്ല. മാർക്കറ്റിംഗ് ഡെഫിനറ്റ്ലി പ്രോഡക്റ്റിനെ കൺസിഡർ ചെയ്യണം. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ദ പ്രോഡക്റ്റ്, മനസ്സിലായില്ല. മാർക്കറ്റിംഗ് ഈസ് വാട്ട് യു ആഡ് ടു ദ പ്രോഡക്റ്റ്. പക്ഷേ ഈ അഡീഷൻ പല ഡയറക്ടർമാർക്കും കംഫർട്ടബിൾ അല്ല. ദേ ട്രൈ ടു ബി ട്രൂ ടു ദ പ്രോഡക്റ്റ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എസ്ര എന്ന് പറഞ്ഞപ്പോൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഈ പടത്തിനെ നമ്മൾ ഭയം എന്നുള്ളൊരു വേർഡിൻ്റെ കൂടെയാണ് കണക്ട് ചെയ്യുന്നത്. ഫിയർ ഈസ് അവർ സ്ട്രാറ്റജി ടു മാർക്കറ്റ് ദിസ് ഫിലിം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ JK എൻ്റെ അടുത്ത് പറഞ്ഞു, വിവേക്, ഇത് കണ്ട ആൾക്കാർ പേടിക്കുമോ? എനിക്കോ ഐ എം നോട്ട് ഷുവർ. ദിസ് ഇസ് നോട്ട് എ ഹൊറർ ഫിലിം, ദിസ് ഇസ് എ ഹൊറർ ത്രില്ലർ എന്നുള്ളതായിരുന്നു JK. ഞാൻ JKൻ്റെ അടുത്ത് JK, ഹൊററും ഹൊറർ ത്രില്ലറും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ എനിക്കേ മനസ്സിലാവുന്നില്ല. പിന്നെ ഹൗ വിൽ യു എക്സ്പ്ലെയിൻ? ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ആ ലെവലിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം.
യുനോ ഇത് കണ്ടിട്ട് ഞാൻ പേടിച്ചില്ല കേട്ടോ എൻ്റെ പൈസ തിരിച്ചു തന്നു നോബഡി വിൽ സേ. സോ വാട്ട് ഡു യു നീഡ് ടു ബ്രിങ് പീപ്പിൾ ഇൻ ടു ദ തിയേറ്റേഴ്സ്? കുറേ കാലത്തിന് ശേഷം വരുന്ന ഒരു ഹൊറർ സ്പേസിലുള്ള പടമാണ്, ബിഗ് സ്റ്റാർ ഫിലിമാണ്. വി നീഡ് സംതിങ് ടു ഹുക്ക് ഇറ്റ്, എക്സൈറ്റ് ചെയ്ത് ഫീൽ ചെയ്യാൻ. അതിനുള്ള വേർഡായിരുന്നു ഭയം. ആൻഡ് ദാറ്റ് ക്യാമ്പയിൻ വാസ് എ ബിഗ് ഹിറ്റ്. ഇറ്റ് ബ്രോട്ട് ഇൻ എ ലോട്ട് ഓഫ് ഓഡിയൻസസ് ഇൻ ടു ഒരു FM ചാനലിൻ്റെ കൂടെ നമ്മൾ ഈ ഭയം തീം വെച്ചിട്ടൊരു ട്രഷർ ഹണ്ട് ചെയ്തു. രാത്രി ആൾക്കാർ പോയിട്ട് യുനോ മറ്റേ ശ്മശാനത്തൊക്കെ പോയിട്ടാണ് ക്ലൂ ഇടുക അങ്ങനെ. സോ ഈ ഭയം ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനത്തെ ഒരു ഡൈല്യൂഷൻ പലവർക്കും. ബട്ട് JK ബിലീവ്ഡ് ഇൻ മീ ഇവൻച്വലി. JK ചോദ്യം ചോദിച്ചായിരുന്നു. ബട്ട് ലോട്ട് ഓഫ് ഡയറക്ടേഴ്സ് വിൽ നോട്ട് അലവ് യു ടു ഡു ദാറ്റ്. ഈ ഡയറക്ടേഴ്സിൻ്റെ കൂടെയുള്ള കോൺഫ്ലിക്റ്റ് ഞാൻ പടങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ദി ഡയറക്ടർ ഈസ് നോട്ട് ഓൺ ദ സെയിം പ്ലാങ്ക് വിത്ത് യു ഓർ സെയിം ഫ്രീക്വൻസി, ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഓഡിയൻസിലേക്ക് ഈ പടത്തിനെ എത്തിക്കുക. മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന് ഒരു പർപ്പസേ ഉള്ളൂ, ഈ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഒരു കളക്ഷൻ ഓറ അറൗണ്ട് ദ ഫിലിം എത്തിക്കുക. അത് പോസ്റ്റ് കോവിഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആൾക്കാർ ഇറങ്ങുന്നില്ലല്ലോ പഴയ പോലെ. അപ്പോൾ ഇനിയുള്ള ജേർണിയിലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.